Good morning. Today we are going to start a new chapter, module 4, Bio-inorganic compounds. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ സിലബസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റോൾ ഓഫ് മെറ്റൽ അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ് പഠിക്കാനുണ്ട്, ബയോ കെമിസ്ട്രി ഓഫ് അയൺ, പിന്നെ ബയോ കെമിസ്ട്രി ഓഫ് മെഗ്നീഷ്യം, കാൽഷ്യം, ഇതൊക്കെയാണ് നമുക്ക് ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് റോൾ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ 99% ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് കംപ്രൈസ്ഡ് ഓഫ് 11 എലമെൻറ്റ്സ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ 99% ഉണ്ടാക്കിയിരിക്കുന്നത് 11 എലമെൻറ്റ്സ് കൊണ്ടാണ്. അത് രണ്ട് തരമുണ്ട്, നോൺ മെറ്റാലിക്കും മെറ്റാലിക്. അപ്പോൾ ബൾക്ക് ബയോളജിക്കൽ നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ്, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഇത്രയും എലമെൻറ്റ്സ് ആണ് നോൺ മെറ്റാലിക് എലമെൻറ്റ്സ്, ഹ്യൂമൻ ബോഡിയിലുള്ള നോൺ മെറ്റാലിക് എലമെൻറ്റ്സ്. പിന്നെ ബൾക്ക് മെറ്റൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സോഡിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ, ഇത് ബൾക്കായിട്ടുള്ളതാണ്, ഇത് കൂടാതെ ചില മെറ്റൽസ് ട്രേസ് എമൗണ്ട്സിലും കാണാറുണ്ട്. അപ്പോൾ അത് ഹ്യൂമൻ ബോഡിയിൽ മാത്രമല്ല, ബാക്ടീരിയയിലും പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ കാണുന്നതാണ്. ട്രാൻസിഷൻ മെറ്റൽസ് വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബോൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, മൊളിബ്ഡിനം. ഇത് കൂടാതെ കാണുന്ന നോൺ മെറ്റൽസ് ബോറോൺ, ഫ്ലൂറിൻ, സിലിക്കൺ, സെലിനിയം, അയഡിൻ, ഫ്ലൂറിൻ, എക്സെട്ര. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 11 എലമെൻറ്റ്സ് ഉള്ളതിൽ നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ എന്നിവയാണ്. ഇനി കൂടുതലായിട്ട് കാണപ്പെടുന്ന മെറ്റാലിക് എലമെൻറ്റ്സ് ആണ് സോഡിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം. ഓക്കെ, ഇത് കൂടാതെ ചില ട്രാൻസിഷൻ മെറ്റൽസ് ലൈക്ക് വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബോൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, മൊളിബ്ഡിനവും ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇതിലെല്ലാത്തിനെയും പഠിക്കുന്ന ശാഖയ്ക്കാണ് നമ്മൾ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ദ ബ്രാഞ്ചസ് chemistry that explores the role of elements in biological systems. That branch is called bio-inorganic chemistry. ഇനി ദ പീരിയോഡിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ്, ഇത് നിങ്ങൾക്ക് എപ്പോഴും ജാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ എവിടെയൊക്കെയാണ് കാണുന്നത്? അപ്പോൾ ഇവിടെ ഈ സർക്കിൾ വെച്ച് കാണിച്ചിരിക്കുന്നത് ബൾക്ക് ബയോളജിക്കൽ എലമെൻറ്റ്സ് ആണ്, വലിയ അളവിൽ കാണപ്പെടുന്നത്. സ്ക്വയറിൽ കാണിച്ചിരിക്കുന്നത് ട്രേസ് എലമെൻറ്റ്സ് ആണ്. ഇങ്ങനെ ഡോട്ടഡ് സ്ക്വയേഴ്സിൽ കാണിക്കുന്നത് പോസിബിളി എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്സ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ബൾക്കായിട്ടുള്ളത് ഹൈഡ്രജനുണ്ട്, സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽഷ്യം, പിന്നെ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ബൾക്കായിട്ട് കാണപ്പെടുന്നതാണ്. ട്രേസ് ആയിട്ട് കാണപ്പെടുന്നതാണ് വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബോൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, മൊളിബ്ഡിനം. അതുകൂടാതെ സൾഫർ, സിലിക്കൺ, അയഡിൻ. അപ്പോൾ ഇത്രയും കൂടെ ട്രേസ് എലമെൻറ്റ്സ് ആണ്. ഇനി പോസിബിളി എസെൻഷ്യൽ ട്രേസ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആർസെനിക്, ബ്രോമിൻ, ടിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1A-യും 2A-യിലും പിന്നെ ഗ്രൂപ്പ് 4B, 5B, 6B, 7B. അപ്പോൾ ഇത്രയും ഗ്രൂപ്പ്സിലാണ് ഏറ്റവും ബൾക്കായിട്ട് കാണപ്പെടുന്ന ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ. പിന്നെ ഏറ്റവും കുറവുള്ളത് ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 3A ഗ്രൂപ്പ് 4Aയിലെയും മെറ്റൽസ് ബയോളജിക്കലി ഇമ്പോർട്ടൻ്റേ അല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കണം, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഗ്രൂപ്പ് 0യിലെയും എലിമെൻറ്റ്സ് ഒട്ടും ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദർ ആക്ഷൻ ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. ഇപ്പോൾ ബയോളജിക്കൽ സിസ്റ്റത്തിലെ ആക്ഷൻ അനുസരിച്ച് എലമെൻസിനെ, നമ്മൾ നേരത്തെ ബൾക്ക് എന്നും ട്രേസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ എലമെൻസിനെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്നും ട്രേസ് എലമെൻറ്റ്സ് എന്നും നോൺ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓർ ടോക്സിക് എലമെൻറ്റ്സ് എന്നും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഓർ നെസസറി ഫോർ ലൈഫ് പ്രോസസ്സസ്. അപ്പോൾ അതേതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, ക്ലോറിൻ, കാൽഷ്യം, സൾഫർ എക്സെട്ര. അപ്പോൾ ഇത്രയും എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്. ഇനി വാട്ട് ആർ ട്രേസ് എലമെൻറ്റ്സ്? ട്രേസ് എലമെൻറ്റ്സ് ആർ ഓൾസോ നെസസറി ഫോർ ലൈഫ് പ്രോസസ്സസ്. അത് ലൈഫ് പ്രോസസ്സിന് ആവശ്യമാണ്, പക്ഷേ ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ അല്ല. ഓക്കെ. അയഡിൻ, അയൺ, കോപ്പർ, സിങ്ക്, മാംഗനീസ്, കൊബോൾട്ട്, മൊളിബ്ഡിനം. ഓക്കെ, അപ്പോൾ ഇതില്ലാതെയും ലൈഫ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല എന്ന് മാത്രം. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഇല്ലാതെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുകയേയില്ല. ഇനി നോൺ എസെൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? നോൺ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആർ നോട്ട് എസെൻഷ്യൽ, വേണ്ട. ഇഫ് ദേ ആർ ആബ്സെൻറ്റ് അതർ എലമെൻറ്റ്സ് മേ സെർവ് ദ സെയിം ഫങ്ഷൻ. അപ്പോൾ അതില്ലെങ്കിലും വേറെ എലമെൻറ്റ്സിന് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ അലൂമിനിയം, സ്ട്രോൺഷ്യം, ബേറിയം, ടിൻ എക്സെട്ര. ഇനി ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സോ? ടോക്സിക് എലമെൻറ്റ്സ് ഡിസ്റ്റർബ് ദ നാച്ചുറൽ ഫങ്ഷൻസ് ഓഫ് ദ ബയോളജിക്കൽ സിസ്റ്റം. ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫങ്ഷൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് ടോക്സിക് എലമെൻറ്റ്സ്. അതേതൊക്കെയാണ്? കാഡ്മിയം, ലെഡ്, മെർക്കുറി എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എലമെൻറ്റ്സിനെ ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ആക്ഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി മെറ്റൽ അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള എലമെൻറ്റ്സിനെ കുറിച്ചല്ല, മെറ്റൽസിനെ കുറിച്ച് മാത്രമാണ്. നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ഉണ്ട്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉണ്ട്, ട്രാൻസിഷൻ മെറ്റൽസും ഉണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി ഓഫ് മെറ്റൽസിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബൾക്ക് മെറ്റൽസ് എന്നും ട്രേസ് മെറ്റൽസ് എന്നും. Metals whose ions are present in bulk quantities in biological systems are called bulk metals. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം തന്നെ നമ്മൾ എലമെൻറ്റ്സ് ആണ്, ഇനി പറയുന്നതെല്ലാം മെറ്റൽസ് ആണ്. അപ്പോൾ ബൾക്ക് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ഹൂസ് അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്, ലാർജ് ക്വാണ്ടിറ്റീസിൽ ബയോളജിക്കൽ സിസ്റ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള മെറ്റൽസിനെയാണ് ബൾക്ക് മെറ്റൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം. ഇനി ട്രേസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ഹൂസ് അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ ട്രേസ് എമൗണ്ട്സ്. അയൺ, കൊബോൾട്ട്, കോപ്പർ, സിങ്ക്, ക്രോമിയം, മാംഗനീസ്, മൊളിബ്ഡിനം, ടങ്സ്റ്റൻ, നിക്കൽ, ഇതൊക്കെയാണ് ട്രേസ് മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് ഈ മെറ്റാലിക് എലമെൻറ്റ്സിൻ്റെ ബയോളജിക്കൽ റോൾസ് എന്തൊക്കെയാണ്? നമ്മുടെ ഹ്യൂമൻസിൻ്റെയും ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ ബയോളജിയിൽ ഈ എലമെൻറ്റ്സിന് എന്താണ് റോൾ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റെഗുലേറ്ററി ആക്ഷൻ, ബയോളജിക്കൽ പ്രോസസ്സുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടാകാം. സ്ട്രക്ചറൽ റോൾ, ലൈഫിന് ഒരു സ്ട്രക്ചർ കൊടുക്കുന്ന റോളിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ റോൾ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, ബയോളജിക്കൽ പ്രോസസ്സുകളിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തുന്ന ഏജൻ്റായിട്ട് ഒരു റോളുണ്ട്. പിന്നെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്, എൻസൈംസിൽ ഒരു റോളുണ്ട്. ഓക്സിജൻ ക്യാരേജ് ആൻഡ് സ്റ്റോറേജ്, അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടും സ്റ്റോറേജും നടത്തുന്ന റോളും ഉണ്ട്. റെഗുലേറ്ററി ആക്ഷൻ കാണിക്കുന്നത് ആരൊക്കെയാണ്? സോഡിയം ആൻഡ് പൊട്ടാസ്യം.
ഓക്കെ, സോഡിയവും പൊട്ടാസ്യവുമാണ് റെഗുലേറ്ററി ആക്ഷൻ കാണിക്കുന്ന മെറ്റാലിക് എലമെൻറ്റ്സ്. ദി കണ്ടക്ട് നെർവ് ഇമ്പൾസസ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ മസിൽ കൺട്രാക്ഷൻ. ഈ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ പ്രത്യേകത, സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. നമ്മൾ ചൂട് പോയി കൈ തൊട്ടാൽ ഉടനെ കൈ പിൻവലിക്കും. അതിൻ്റെ കാര്യം എന്താണ്? അതൊരു നെർവ് ഇമ്പൾസാണ്. അപ്പോൾ ആ നെർവ് ഇമ്പൾസിൻ്റെ കണ്ടക്ഷന് സോഡിയം പൊട്ടാസ്യം പമ്പ് വേണം. അപ്പോൾ അതിന് സോഡിയവും പൊട്ടാസ്യവും വേണം. മസിൽ കൺട്രാക്ഷൻ, നമ്മൾ നടക്കുമ്പോൾ ഒക്കെ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനും സോഡിയം പൊട്ടാസ്യം വേണം. ഇനി സ്ട്രക്ചറൽ റോൾ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാൽസ്യവും മെഗ്നീഷ്യവും. കാൽസ്യം ബോൺസിലും ടീത്തിലും ഉണ്ട്. മെഗ്നീഷ്യം പ്രോട്ടീൻ കോൺഫിഗറേഷൻ, പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി, ക്വാട്ടേണറി എന്നൊക്കെ പറഞ്ഞ സ്ട്രക്ചർ ഇല്ലേ, ഈ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മെഗ്നീഷ്യം അയോൺസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുകൂടാതെ DNA റെപ്ലിക്കേഷനിലും മെഗ്നീഷ്യം അയോൺസിന് റോളുണ്ട്. ഇനി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻസ് ആയിട്ടോ സൈറ്റോക്രോംസ് ആണ്. സൈറ്റോക്രോംസ് കണ്ടെയ്ൻ മെറ്റൽസ് ലൈക്ക് അയൺ ഉള്ള സൈറ്റോക്രോംസ് ആണ് കൂടുതലായിട്ട് ഉള്ളത്. ഇനി ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ടോ മെറ്റാലോ എൻസൈംസ് ആണ്. എൻസൈംസ് വിച്ച് കണ്ടെയ്ൻ മെറ്റൽസ്, അതിനെയാണ് മെറ്റാലോ എൻസൈംസ് എന്ന് പറയുന്നത്. സിങ്ക് മെറ്റാലോ എൻസൈംസ്, അയണും മെറ്റാലോ എൻസൈമിൽ റോൾ ഉള്ളതാണ്. എന്നാൽ പോലും നമ്മൾ വേറൊരു എക്സാമ്പിളാണ് സിങ്ക്. ഇനി ഓക്സിജൻ ട്രാൻസ്പോർട്ടും സ്റ്റോറേജും കാണിക്കുന്നത് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ഹീമോസയാനിൻ. ഇതിനകത്തെല്ലാം തന്നെ അയൺ ഉണ്ട്. ഹീമോസയാനിനിൽ കോപ്പറാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബയോളജിക്കൽ റോൾസ് ഓഫ് മെറ്റാലിക് എലിമെൻറ്റ്സ്. അപ്പോൾ ഇപ്പം നമ്മൾ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് എലമെൻറ്റ്സ് കണ്ടു. അതിൽ തന്നെ ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയാണെന്ന് കണ്ടു. പിന്നെ മെറ്റൽ അയോൺസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ് കണ്ടു. അത് കഴിഞ്ഞ് ബയോളജിക്കൽ റോൾസ് ഓഫ് മെറ്റാലിക് എലമെൻറ്റ്സും നമ്മളിപ്പോൾ കണ്ടു.